ചെയ്തോളൂ. Hello everyone. എല്ലാ തറവാട്ടുകാർക്കും വെരി 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 വാം വെൽക്കം. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഹലോ കാണുന്നില്ല. ഹലോ കേൾക്കുന്നുണ്ട് സാർ. ജസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെൽക്കം സ്പീച്ച്. ഹലോ ഹലോ സാർ സാർ കേൾക്കുന്നില്ല സാർ? എനിക്കൊന്ന് സ്പീക്കർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. സ്പീക്കർ ഒന്ന് ഓൺ ആക്കാവോ സാർ? സ്പീക്കർ ഓൺ അല്ല. സാർ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ഓക്കെയാണ്, ക്ലിയർ ആണ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, സാർ വരാൻ വേണ്ടി കാത്തിരുന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. മാം സ്റ്റാർട്ട് ചെയ്തോളൂ മാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മളുടെ എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരനായ ഒരാളാണ് മോഹൻ സിതാര സർ. ഓക്കെ, സോ യു നോട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. നമ്മളുടെ 5th ആർട്ട് ഫെസ്റ്റ് ആണ് ആഷിയാന 2K25 എന്ന് പറയുന്നത്. ഓക്കെ, വി ഹാവ് ഓൾമോസ്റ്റ് 41 മത്സരങ്ങളുണ്ട് നമ്മളുടെ ആർട്ട് ഫെസ്റ്റ്. നമ്മളുടെ 5 വർഷങ്ങളായി നമ്മൾ ഈ ആർട്ട് ഫെസ്റ്റ് കൊണ്ട് നടക്കുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മളുടെ ആദ്യത്തെ ദിവസമാണ് നമ്മളുടെ കലോത്സവം സ്റ്റാർട്ട് ആയിട്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ബീൻ ഗ്രേറ്റ് സോ ഫാർ. നമ്മൾ ഇത്രയും നേരം നമ്മളൊക്കെ റെഡിയാക്കി ഇത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് എ വെരി great and grand opening. Okay, so let's waste no time. Let's welcome the welcome speech. Thank you ma'am. Thank you very much. ബഹുമാനപ്പെട്ട മോഹൻ സിതാര സാർ, LTSന്റെ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. സ്വാഗത പ്രസംഗം പറഞ്ഞോ നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തേണ്ടതായ യാതൊരു ആവശ്യവുമില്ല എന്ന് എനിക്കറിയാം. അത് ചിലപ്പോൾ ഒരു അനാദരവായി ചിലപ്പോൾ വന്നേക്കാം. എങ്കിലും എനിക്ക് എൻ്റെ ഒരു ഫാൻ ബോയ് മൊമെന്റും കൂടെയാണ് എൻ്റെ അത്. സംഗീതം വളരെ ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ 1986 മുതൽ ഇന്ന് വരെയും സംഗീതത്തിന്റെ പല വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ സാറ് കുളിരണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും സാറിന്റെ പാട്ടുകളെ പറ്റിയോ പാട്ടിന്റെ രീതികളെ പറ്റിയോ ഒന്നും പറയാൻ ഞാൻ ആളുമല്ല, അർഹനുമല്ല. എങ്കിലും സാധാരണ നമ്മുടെ ഒരു പാട്ടിന്റെ ഒരു സോള് അറിയുന്നത് എപ്പോഴും പാട്ടുകാർ അവരുടെ പാട്ടുകാർ, സംഗീത സംവിധായകർ അവരുടെ പാട്ടുകൾ പാടി നമ്മളെ കേൾപ്പിക്കുമ്പോൾ വളരെ ഹൃദയത്തിന് കുളിരേകാറുണ്ട്. അങ്ങനെ ദാസേട്ടന്റെയും ജയചന്ദ്രൻ മാഷിന്റെയും MG സാറിന്റെയും ഒക്കെ പാട്ട് കേട്ട് വന്നിട്ട് ഞാൻ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയിലെ പ്രണയകഥ പാടി വന്നു തെന്നലെന്ന പാട്ട് കേട്ടിട്ട് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അത് നമ്മുടെ സാറ് പാടിയതാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഈ കാലം അത്രയും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നൊരു പാട്ടായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും സമയം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. സാറിന്റെ സമയവും നമ്മുടെ സമയവും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന LTSന്റെ അധ്യാപകർ, അതുപോലെ നമ്മുടെ 4 ടീംസിന്റെ ലീഡേഴ്സ്, ടീം മെമ്പേഴ്സ്, അതുപോലെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ മുനീർ സാർ, ഈ പരിപാടി ആങ്കർ ചെയ്യുന്ന നമ്മുടെ നെയ്മ മാം, സർവോപരി എല്ലാ ബാച്ചിലെയും LTSന്റെ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ജിഷാദ് ജാഫർ. ജിഷാദ് ജാഫർ ഞങ്ങളുടെ ആർട്സ് ഫെസ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മളുടെ അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മളുടെ പ്രിയപ്പെട്ട മുനീർ സാറിനെ വിളിക്കുകയാണ്. മുനീർ സാർ പ്ലീസ്. ഹായ്, ഗുഡ് ഈവനിങ്. ഈ ഒരു സമയത്തൊരു അധ്യക്ഷ പ്രസംഗത്തിന്റെ പ്രസക്തിയൊന്നുമില്ല. നമ്മളൊക്കെ ഏവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട മോഹൻ സിതാര സാർ മലയാള സംവിധായന രംഗത്ത് കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. നമ്മുടെ ആഷിയാന 2025 കലോത്സവത്തിന്റെ ഭാഗം ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മോഹൻ സിതാര സാറിനെ ചെയ്യാൻ എന്റെ പ്രോഗ്രാമിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
താങ്ക് യു സോ മച്ച് മുനീർ സർ. അപ്പൊ നമ്മളെല്ലാരും ഇത്രയും നേരം വെയിറ്റ് ചെയ്ത നമ്മളുടെ പ്രിയപ്പെട്ട മോഹൻ സിതാര സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സർ കേൾക്കാവൂല്ലോ സർ? സാറിന്റെ മൈക്ക് ഓഫാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ ഇപ്പോ? കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഈ ഫംഗ്ഷന് വിളിച്ചതിന്. പ്രത്യേകിച്ച് മുബാറക്ക്, അദ്ദേഹം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ ചില കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മള് കുറച്ച് ഏജ് ആയുള്ള ആളുകളൊക്കെ വീണ്ടും നമ്മുടെ പഠിത്തത്തിലേക്ക് വരുമ്പോഴേ അതിനൊരു വല്ലാത്ത സുഖ. കൊച്ചുകുട്ടികളുടെ പോലെ നമ്മൾ ഇരുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും വളരെ സന്തോഷമുണ്ട് അതൊക്കെ ഓർക്കുമ്പോ. ഹലോ, കേൾക്കാം സർ, ഹലോ. കേൾക്കാം. സാറ് പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്, കേട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ. പിന്നെ എല്ലാവരും പല സ്ഥലങ്ങളിലാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനും വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു വർക്കിലിരിക്കുകയായിരുന്നു. അപ്പൊ ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചു, അങ്ങനെ ഇപ്പൊ അതിനകത്ത് കയറിയതാണ്. പിന്നെ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മലയാളികളൊക്കെ തന്നെയാണല്ലോ അല്ലെ? അതെ സാർ, അതെ. ഓക്കെ. പിന്നെ ഞാനിപ്പോ കുറച്ചു കാലം കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ വീണ്ടും റെഡിയായി. ഇപ്പൊ വീണ്ടും കുറച്ച് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, അങ്ങനൊക്കെ ഹാപ്പി. ഹലോ, കേൾക്കുന്നുണ്ട് സാർ. സാർക്ക് പ്രയാസമില്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ വേണ്ടി പറ്റുമോ? അയ്യോ, എല്ലാവരും ഭയങ്കര ആഗ്രഹമാണ്, റിക്വസ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. രണ്ടു വരി പാടാം കേട്ടോ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. എൻ്റെ ഒരു പഴയ പാട്ടുണ്ട്. എല്ലാ അച്ഛന്മാരും അമ്മമാരും മക്കളെ കൊച്ചാണ്. അപ്പൊ അതൊന്ന് രണ്ടുപേരി പാടാം. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ വാവേ വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, കയ്യിൽ പൂഞ്ചേലാടാലോ, ഉണ്ണി വാവാവോ വാവേ വാവാവോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ സംസാരിക്കാനുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ നമ്മുടെ ലീവ് ടു സ്മൈൽ ഡിജിറ്റൽ അക്കാദമി നടത്തുന്ന ആർട്സ് ഫെസ്റ്റ് ആഷ്യാന 2005 എൻ്റെ എല്ലാവിധ ആശംസകളും ഒപ്പം ഉദ്ഘാടനം നിർവഹിച്ചതായും അറിയിക്കുന്നു. താങ്ക് യു കേട്ടാ. Thank you, sir. Okay. Bye. Thank you. അടുത്തതായി ലിവ് ടു സ്മൈൽ ഡയറക്ടർ കൂടിയായിട്ടുള്ള നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഇർഫാസ് സാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കും. താങ്ക് യു സോ മച്ച്. ഏറ്റവും സ്നേഹവും
ബഹുമാനവും റെസ്പെക്റ്റ് ഒക്കെ നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ സിത്താരസ്, അതുപോലെ തന്നെ ലിപ്റ്റോസ് മേലിന്റെ ടീച്ചേഴ്സ് ആൻഡ് ടീം, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്ക് പിടിച്ചൊരു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മോഹൻ സിത്താര സർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തത്. അതിന്റെ ഓഡിയബിൾ ആണല്ലോ അല്ലെ? പ്രോപ്പർ ഓഡിയബിൾ കറക്റ്റ് ആണല്ലോ അല്ലെ? ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ. ഏതായാലും എന്താ പറയാ, ജീവിതത്തിന്റെ യാത്രക്കിടയിൽ ഒരുപാട് പഠനം പകുതിയിലായ കുറെ കൂട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ട് കലയെ എത്രമാത്രം വാനോളം ഉയർത്താൻ പറ്റോ അത്രയ്ക്കും ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഏതായാലും മോഹൻ സിത്താര സാറിന്റെ വാക്കുകൾ നമ്മളെ ഒരുപാട് ഹൃദയസ്പർശമാവുകയുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാല്, ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. കാരണം നമുക്കറിയാം, കല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കല എന്ന് പറയുന്ന ഒരു വഴി, അല്ലെങ്കിൽ കല മനുഷ്യനെ എത്രമാത്രം സംസ്കരിച്ചെടുക്കും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടുന്ന, അതല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു മനുഷ്യനിൽ എപ്പോഴാണ് സാഹിത്യം, കല അലിഞ്ഞു ചേരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എന്താണെന്ന് വെച്ചാൽ, സ്കൂളിലേക്ക് കോളേജിലേക്കൊക്കെ എത്തുമ്പോൾ പാട്ട് പാടുമ്പോഴാണ് നമ്മൾ കല എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പാരമ്പര്യമായിട്ട് തന്നെ നമുക്ക് കലയും ആസ്വാദനവും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഓർമ്മയുണ്ടാവോ എന്നറിയില്ല, നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രസവ വേദന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അമ്മ പ്രഗ്നന്റ് ആയ സമയത്ത് ആ വേദന മറക്കാൻ വേണ്ടിയിട്ട് അവർ പാട്ട് പാടുമായിരുന്നു. പാട്ട് കേട്ടിട്ടും അതേപോലെ തന്നെ ബൈത്ത് എന്നൊക്കെ അതിനെ പറയും, അതൊക്കെ കേട്ടിട്ടായിരിക്കും ഒരു പക്ഷെ ഇവര് ആ വേദനയെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ദെൻ അതിനുശേഷം നമ്മുടെ ഒരു കുഞ്ഞു വാവയായ നമ്മൾ ഏറ്റവും കുഞ്ഞു വാവയായിരിക്കുന്ന സമയത്ത് ആ വാവയായ നമ്മളെ നോക്കൂ, ഏറ്റവും വലിയ പ്രതിഷേധം കരയുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ഒടുവിലത്തെ പ്രതിഷേധമാണ് കരയുക എന്നുള്ളത്. അപ്പോ ആ കരയുന്നു എന്നുള്ളത് കുഞ്ഞിന്റെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ എങ്ങനെയാണ് നമ്മുടെ അമ്മ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത്? ഇല്ലാണ്ടാക്കിക്കൊരുന്നത് ഒരു പക്ഷേ ഓമനെ തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ, ഇതുപോലുണ്ടാവുന്ന കവിതകളും ഇതുപോലുണ്ടാവുന്ന താരാട്ടുകളൊക്കെ പാടിയിട്ടാണ് നമ്മളെ അമ്മ ഉറക്കിയിരുന്നത്. നമ്മുടെ അമ്മ ഹസ്ബി റബ്ബി ജല്ലല്ല, ആ പാട്ടൊക്കെ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നല്ല സുപരിചിതമായിട്ടുള്ള പാട്ടുകളാണ്. ഈ പാട്ട് കേട്ടിട്ടാണ് ഒരു കുഞ്ഞു വാവയായ നമ്മളൊക്കെ കുഞ്ഞുനാളിൽ ഉറങ്ങിയിട്ടുണ്ടെന്ന്. പാട്ടിന് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, കുറച്ചങ്ങോട്ടേക്ക് എത്തുമ്പോ പണ്ട് കാട്ടില് രാജാവ് ഉണ്ടായിരുന്നു ട്ടാ, ആ രാജാവ് വരുന്നത് മോന് കണ്ടിനാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാല് പാട്ടിൽ നിന്നും പതിയെ കഥയിലേക്ക് ചേക്കേറാൻ തുടങ്ങി. കഥയിലെ രാജകുമാരനും കഥയിലെ രാജകുമാരിയും കഥയിലെ താരങ്ങളൊക്കെ പലപ്പോഴും നമ്മളായി. എപ്പോഴാണ് കഥ എന്തെന്നോ കവിത എന്തെന്നോ പാട്ടെന്തെന്നോ അറിയാത്തൊരു കുഞ്ഞു കാലഘട്ടത്തില് നമ്മൾ എന്താവുന്നുണ്ട്, അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഇങ്ങനെ യാത്ര തുടരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വാദനമാക്കിയ കാര്യം എന്താണ്? നോക്കൂ നിങ്ങള്, നമ്മൾ പഠന കാലയളവിലൊക്കെ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു കാര്യം നമുക്ക് ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവില്ല. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഒരു സന്ധി ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ മായാവിയെ അറിയാത്ത കൂട്ടുകാരാരാ ഉള്ളത്? മായാവിയെ അറിയാം, കുട്ടൂസനെ അറിയാം, ഡാക്കിനിയെ അറിയാം, ശിക്കാരി ശംഭുവിനെ അറിയാം. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് അറിയുന്നത്? ഇതൊക്കെ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവരൊക്കെ നമ്മളുടെ കഥാപാത്രങ്ങളായിരുന്നു. ശക്തിമാനെ അറിയാത്ത ഈ ഇപ്പോഴുള്ള ആളുണ്ടോ? ശക്തിമാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്നൊരു സാധനം, അതൊക്കെ നമ്മുടെ ജീവിതത്തോട് ഇങ്ങനെ എങ്ങനെയൊക്കെയോ ആയിട്ട് നമ്മളിലേക്ക് അഡാപ്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ വ്യക്തി ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും കല നമ്മളോടൊപ്പം ഇങ്ങനെ നിഴലുപോലെ ചേർന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലാണ്ട് ഞങ്ങൾക്ക് കലയില്ല, ഞാൻ പാട്ടില്ല, ഞാൻ ആസ്വാദനം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് നിഴലില്ല, അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ജീവനില്ല എന്ന് പറയുന്നത് പോലെ ആയി പോവത്. പകരം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്.
അങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മൾ ജീവിതത്തിന്റെ പ്രയോറിറ്റികൾ ഇങ്ങനെ മാറി കുടുസായി നിൽക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ പ്രവാസത്തിലേക്ക് ചേക്കേറുമ്പോ കലയും ആസ്വാദനയും കവിതയൊക്കെ ഇവിടെ ഫ്ലൈറ്റ് നാട്ടിൽ രക്ഷിതാക്കൾ ഉപേക്ഷിച്ചതുപോലെ ഉപേക്ഷിച്ച് കടൽ കടന്നവരുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ കുടുംബവും പ്രാരാബ്ധയ്ക്കും ജോലിയൊക്കെ ആവുമ്പോൾ തൻ്റെ പാട്ടും കവിതയൊക്കെ അവിടെ മടക്കി വെച്ചവരുണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാല് കുടുംബത്തിന്റെ ഭാരം കൊണ്ട് അതല്ലെങ്കിൽ ജോലിയുടെ ഭാരം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും കലയിൽ നിന്ന് മാറ്റി വെക്കുന്നു എന്ന് വിചാരിച്ചവരുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ കഥ എവിടെ ദാ തിരിച്ചു വന്നിരിക്കുന്നു, എൻ്റെ ആസ്വാദനത്തിൽ നിന്നും പറ്റിപ്പോയ കവിത എവിടെ ദാ തിരിച്ചു വന്നിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നിന്നും മാറി നിന്ന് പോയ പാട്ട് എവിടെ ദാ തിരിച്ചു വന്നിരിക്കുന്നു. എങ്ങനെ വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ സാക്ഷാത്കരിക്കാനായി ഞാൻ എടുത്ത ഇതേ പുഞ്ചിരി പാതയിലൂടെ എൻ്റെ കൂട്ടുകാരെല്ലാവരും നമ്മളിടമായിട്ട് ഇതിന് ചേർത്ത് നിർത്തുകയാണ്. ഏതായാലും ഒരുപാട് സന്തോഷങ്ങളുണ്ട്. വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളെ കൊണ്ട് സമ്പന്നമാണ് ഓരോ വർഷത്തെയും കലോത്സവങ്ങൾ. ഓരോ വർഷത്തെ കലോത്സവങ്ങളും ആവിഷ്കാരങ്ങളാൽ സമ്പന്നമാണ്. ഈ വർഷത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു വിഷയമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പാട്ടുവണ്ടി എന്ന് പറയുന്ന ഒരു സാധനം. ദാറ്റ്സ് വണ്ടർഫുൾ ഇവന്റ്. എല്ലാ ബാച്ചുകളിലേക്കും കയറി ചെന്ന് അവർ പാട്ടുപാടി നിങ്ങളിങ്ങനെ കൊട്ടിഘോഷിച്ച്, നമ്മൾ സാധാരണ ഇങ്ങനെ എന്താ പറഞ്ഞ ഇങ്ങനെ ബേണ്ടെല്ലാം മുട്ടിയിട്ട് വരൂല്ലേ, ഡ്രമ്മറെല്ലാം മുട്ടിയിട്ട് വരൂല്ലേ, ആ രീതിയിലേക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നു. ഇനി വ്യത്യസ്തമായ വിഭവങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നുള്ളത്. സമ്മാനത്തിന്റെ ഓരോ ഭാഗങ്ങള്, പുതിയ അതിഥികള്, അതുപോലെ തന്നെ സന്തോഷങ്ങള്, സമ്മാനങ്ങള്, ഇങ്ങനെ തുടങ്ങിയിട്ട് ലൈഫിലെ ഏറ്റവും മനോഹരമായ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലെ ഒരു മനോഹര സന്ധ്യകളാണ് കുറച്ചു നാളുകൾ നമ്മളിൽ പിറക്കാൻ പോകുന്നത്. ആഷിയാന എന്ന് വെച്ചാൽ തന്നെ അതിന്റെ മീനിങ് വീട് എന്നുള്ളതാണ്. നമ്മുടെ വീടാണ് ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഇടം. ആ വീട്ടിലേക്കുള്ള സന്തോഷമാണ് ഇതിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. വീട് എന്നും സന്തോഷകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനെ ഞാനും വന്നോട്ടെ. കൂട്ടിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ ഇവന്റ്. കലോത്സവത്തിന് എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സാറിന്റെ വാക്കുകൾ കേൾക്കാതെ നമ്മളുടെ പ്രോഗ്രാം തീരൂല. സാറിന്റെ വാക്കുകൾ നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മളുടെ കൂട്ടുകാര് മോഹൻ സിതാര സാറിന്റെ പാട്ട് പാടാൻ വേണ്ടി കുറച്ച് കൂട്ടുകാർ റെഡിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ആയിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നുള്ളത് പ്രിൻസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഓക്കെ പ്രിൻസ്. അപ്പം പ്രിൻസ് നമ്മളുടെ മോഹൻ സിതാര സാറുടെ പാട്ടാണ് ഇവിടെ ആലപിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ഓക്കെ, ഓവർ ടു യു പ്രിൻസ്. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഇന്നത്തെ ദിവസം മനോഹരമായ ദിവസം നമ്മുടെ മോഹൻ സിതാര സാറിന്റെ, പ്രത്യേകിച്ച് ഞാനൊരു തൃശ്ശൂർകാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഒരു കോമ്പോസിഷൻ മഴവില്ല് എന്ന മൂവിയിലെ യേശുദാസ് സാർ മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഞാനായിട്ട് ഇനി കൊളാക്കുമെന്ന് ഉള്ളത് എനിക്കറിയില്ല. എനിവേ, എന്തായാലും ഞാനൊരു 2 വരി, അതും ഒരു മുദ്ര എന്ന മൂവിയിലെ പുതുമഴയായി എന്നൊരു സോങ് കൂടി, അത് രണ്ടും ഒരു പല്ലവിയും അനുപല്ലവിയും കൂടി പാടി അവസാനിപ്പിക്കാം. ഓക്കെ. രാവിൻ നിലാക്കായൽ ഓളം തുളുമ്പുന്നു, നാണം മയങ്ങും പൊന്നാമ്പൽ പ്രേമാർദ്രമാകുന്നു, പള്ളിത്തേരിൽ നിന്നെ കാണാൻ വന്നെത്തുന്നു വെള്ളിത്തിങ്കൾ രജനീഗീതങ്ങൾ പോലെ, വീണ്ടും കേൾപ്പൂ സ്നേഹവീണാനാദം, അഴകിൻ പൊൻതൂവലിൽ നീയും കവിതയോ പ്രണയമോ, രാവിൻ നിലാക്കായൽ ഓളം തുളുമ്പുന്നു, നാണം മയങ്ങും പൊൻ
പ്രേമാർദ്രമാകുന്നു. ഓലത്തുമ്പിൽ ഓലഞ്ഞാലി തേങ്ങി വിരഹാർദ്രം, ഓടക്കൊമ്പിൽ ഓളം തുള്ളി കാറ്റിൻ കുരലാരം. നീ എവിടെ, നീ എവിടെ ചൈത്രരാവിൻ ഓമലാളി ഓരൂ നീ. രാവിൻ നീലാക്കായൽ ഓളം തുളുമ്പുന്നു. നാണം മയങ്ങും പൊന്നാമ്പൽ പ്രേമാർദ്രമാകുന്നു. പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. തടവിലെ കിളികൾ തൻ കനവിലെ മോഹമാം, പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം. മധുമയമായി ഞാൻ പാടാം. താളം മാറി ഓണക്കാലം പോയി, വേലക്കാവിൽ വർണ്ണക്കോലം മാറി. തീരം തേടി അന്തിക്കാറ്റും പോയി, കൂട്ടിനായി കൂടാരം മാത്രം. ഉൾക്കുടന്ന ഇതിലാത്മനമ്പരമിതേറ്റു ഞാനിന്നു പാടാം. ഉൾക്കുടന്ന ഇതിലാത്മനമ്പരമിതേറ്റു ഞാനിന്നു പാടാം. പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. തടവിലെ കിളികൾ തൻ കനവിലെ മോഹമാം, പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം. മധുമയമായി ഞാൻ പാടാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് പ്രിൻസ്. നല്ല അടിപൊളി. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ താങ്ക് മച്ച്. യു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് പാടാൻ വേണ്ടി വരുന്നുള്ളത് ഷഹലയാണ്. ഷഹല, ഓവർ ടു യു ഷഹല. യെസ് മാം, യെസ് മാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയണത്? ആ, കേൾക്കാം കേൾക്കാം. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്നതായിട്ടുള്ള മൂവിക്ക് വേണ്ടി മോഹൻ സിതാര സാർ തന്നെ ജീവൻ കൊടുത്തിട്ടുള്ള പാട്ടാണ്. പാടി നന്നാവുമെന്ന് അറിയില്ല, ഏതായാലും ട്രൈ ചെയ്യാം. പതിനേഴിന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതിന്റെ പൂങ്കനവിൽ മാറത്തു നീ തൊട്ട മറുകാണ്. പറയൂ പറയൂ നീ നല്ലഴകെ, പനിനീർ ചെടിയോ പാൽമുല്ലകളോ, പ്രേമം പണ്ടേ വാരം വിട്ട പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ല്. പതിനേഴിന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതിന്റെ പൂങ്കനവിൽ മാറത്തു നീ തൊട്ട മറുകാണ്. അഴകില്ലേ അഴകില്ലേ ചെമ്പൂവിനോരഴകില്ലേ, അതിലേറെ അഴകില്ലേ നിന്നെ കാണാൻ അഴകല്ലേ. വണ്ടൻമേട്ടിൽ കൂടുള്ള വണ്ടേതാ, ചുണ്ടിൽ മൂളിപ്പാട്ടൊന്ന് പാടാൻ വാ, മനസ്സിലെ തോട്ടം കാണാൻ വാ. ഓഹോ ആഹാ, ഓഹോ ആഹാ. നേരത്തെ നേരത്തെ
ഞാൻ പോകാം. 17 പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതെന്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ്. താങ്ക് യു. Wow, that was amazing, really mesmerizing. Thank you so Super. much, Stella. Thank you. That get a lot super. Okay, thank you so much, Sahela. Okay, എന്നൊരു നമ്മൾ ഒന്നിച്ചൊരു പാട്ടുകാരി കൂടിയുണ്ട് പാടാനായിട്ട്. സൈഫുന്നിസ. Yes, ma'am. Yes, Saifunnisa, over to you. Thank you. Thank you. അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൽ കുങ്കുമം രാഗമധുരം നെഞ്ചിലൊരു മാനസസംഗമം വാനഗംഗ താഴെ വന്നു പ്രാണസഖിയൻ ജീവനിൽ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. ഓക്കെ, താങ്ക് യു. Thank you so much, Saifunnisa. That was really nice. Thank you so much. താങ്ക് യു. Okay, dears. Let's call. നമ്മളുടെ പാട്ടൊക്കെ കഴിഞ്ഞു, നമ്മളുടെ ഗസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനി അവർക്കുള്ള ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ ഐ കോൾ our dearest Sumaya for the same. Sumaya? Yes, ma'am. Yes. Good evening, all. Ma'am, കേൾക്കുന്നുണ്ടോ? Yes, കേൾക്കാം. ആഷ്യാന 2K25 ഇനോഗ്രേഷൻ പ്രോഗ്രാം ആണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ പ്രോഗ്രാമിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ മോഹൻ സിത്താര സാറിനും അതുപോലെ ലിഫ്റ്റ് സ്മൈൽ ഡയറക്ടർ റിഫാസ് സർ, ഷെറിൻ സർ, മറ്റു അധ്യാപകർ, സ്റ്റാഫ്സ്, അതുപോലെ നമുക്കായി ഇവിടെ മനോഹര ഗാനം പാടിയ പ്രിൻസ്, ഷഹല, സൈഫുന്നീസ, ദെൻ ഈ പരിപാടി ഹോസ്റ്റ് ചെയ്ത നെയ്മ മാം, നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ജാഫർ, ദെൻ അധ്യക്ഷ പ്രസംഗം വഹിച്ച മുനീർ സർ, ഇവർക്കെല്ലാവർക്കും നന്ദി പറയാണ്. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ നെടുന്തൂണായ അറക്കൽ, ചിറക്കൽ, മനക്കൽ, മാളിയേക്കൽ തറവാട്ടുകാർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി മനോഹരമാക്കി തന്ന എല്ലാ കൂട്ടുകാർക്കും LTSൻ്റെയും എൻ്റെയും ഈ കമ്മിറ്റിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇനി പൊളിക്കുകയാണല്ലേ, തകർക്കുകയാണ് ഇനി അവള്. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. സാറിന്റെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ജിഷാദ് ഇന്നലെ ഒരു പാട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ട് പാട്. ഏത് ജിഷാദേ, ഇന്നലെ ആ പാടാൻ വെച്ച പാട്ട് പാട്. അല്ല ജിഷാദിന് നമ്മളെ തീം സോങ് ഒന്ന് പാടിയാലോ? തീം സോങ് പാടിയോ? ഓ, അതൊക്കെ പാടി തകർത്ത് ഇല്ല പാടി അടിക്കും. ജിഷാദ് ഉറങ്ങാണ്ട് പ്രാക്ടീസ് ചെയ്തതാ. വിളിച്ചില്ലേ മോശം. ഇല്ല ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാടിയിട്ടേ ഇരിക്കും. ഇനി ആര് പറഞ്ഞാലും ശരി. അതല്ല, നിർബന്ധിച്ചാൻ പാടും. ജിഷാദ് നിന്നെ ഞാൻ നിർബന്ധിക്കുന്നത് പാടടാ ജാഫറെ, പാടടാ ജാഫറെ. ഞാനേ സത്യം പറഞ്ഞ സാറിന്റെ മുമ്പിൽ ഒരു പാട്ട് പാടണമെന്ന് വിചാരിച്ചു, മറന്നുപോയി വെച്ച്. സാറ് മറ്റേ അൻവർ സാദത്തിന് ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ഹിന്ദി പാട്ട്. മോളിങ്ങനെ പറയല്ലേ, ചൂടാവും. ജുഗുനു രേ ജുഗുനു രേ ജുഗുനു രേ ജുഗുനു ജുഗുനു രേ ജുഗുനു രേ ജുഗുനു രേ ജുഗുനു मारे पास आव रे जुगनू, मारे पास आव रे जुगनू, जुगनू रे जुगनू रे जुगनू
रे जुगनू जुगनू रे जुगनू रे जुगनू रे जुगनू. താങ്ക് യു വെരി മച്ച്. സിയാദുണ്ട് സിയാദ്. സൂപ്പർ നല്ലതായിട്ട് പാടിയിട്ടുണ്ടല്ലോ സൂപ്പർ ചേട്ടാ. സൂപ്പർ. ഞാൻ ഭയങ്കര പാടാ. പാട്ട് പാടാൻ അറിയില്ലെന്ന് പറയുന്നേ. ഞാൻ ഭയങ്കര നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. നിഷാദ് അടുത്തത് ഒരു മലയാളം പാടും. അടുത്തത് സിയാദ് പാടും. സിയാദ് അവിടെ പാട് പാട് പാട്. ഇത് നമ്മള് പാടുപെടുത്താൻ വന്ന ആളുകളെ. അല്ല വരട്ടെ ആ വരട്ടെ വരട്ടെ പൂക്കട്ട കാവടി. എല്ലാരും പോയോ? എന്താ 140 ആൾ ഇപ്പോഴും ഉണ്ടോ? നിഷാദ് പാട്ട് കേൾക്കാൻ നിനക്ക് പാട്ട് പാടി ആൾക്കാരെ കൂടുതൽ കേൾപ്പിക്കാനുള്ള അവസരം പാട്ട് പാടിക്കും. ഡാഡി പറഞ്ഞിട്ടുണ്ട്. വെള്ളം പറഞ്ഞക്ക് വന്ന പപ്പ പോയോ? പപ്പ എങ്ങാട്ടാണ് രാവിലെ വെള്ളവും വലിയിട്ട്. എവിടെയാണ് പപ്പ? കമോൺ പപ്പ. ഈ അന്താശ്ശേരിക്കാരത്ത് ഇപ്പൊ പാടാൻ നാക്ക് പൊന്തുന്നില്ല. അല്ലാത്തവരെല്ലാം അന്താശ്ശേരിക്കാരെല്ലാം ഭയങ്കരമായിരുന്നല്ലേ അവിടെ കിടന്നു. എന്തൊരു തള്ളായിരുന്നു റബ്ബേ. നമ്മളെ ഷർഫ് ഡ്യൂട്ടിയിൽ പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഷർഫ് നന്നായി പാടിയിരുന്നു. ഇത് ആർക്കും പോകാൻ പോകാൻ തോന്നുന്നില്ല. അടിപൊളി പരിപാടിയായിരുന്നു. എന്തായാലും ഗുഡ് പാർട്ടിസിപ്പേഷൻ. എല്ലാവരും ഒരു എഫേർട്ട് നല്ല രീതിയിൽ ഉണ്ടായി. വലിയ പരിപാടിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടു ഞാനത് കണ്ടാണ് വെയിറ്റ് ചെയ്യണം. പാട്ടൊന്നും ഇല്ലേ? പാട്ട് നിങ്ങൾ കേട്ടില്ലേ? ഇതോടുകൂടി കഴിഞ്ഞാ ഇത്ര പാട്ട് കഴിഞ്ഞ് എന്റെ പാട്ട് മാത്രമേ കേട്ടോളൂ. എന്ത് മനസ്സിലാണ് വല്ലാത്ത ജാതി. എന്താണിത്? ഞാൻ വിചാരിച്ചു കൊറേ ടൈം ഉണ്ടാവും പ്രോഗ്രാം എന്നൊക്കെ. ഏയ് അത് കുറഞ്ഞ സമയം. പാട് 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 രണ്ടുപേരും ഞാൻ പാടും. കുടിക്കാനും കുളിക്കാനും ചെടികൾക്ക് നനക്കാനും ജലം വേണമെന്ന കാര്യം മറന്നിടല്ലേ. മാനും മീനും പൈക്കിടാവും പാട്ടുപാടും കുയിലും പുല്ലും നെല്ലും പുലർന്നിടാൻ തെളിനീർ വേണം. തകതോ മഴവെള്ളം നിറഞ്ഞിടും കുളം പുയ ചോളയെല്ലാം രുചിയാക്കി എന്നുമെന്നും സൂക്ഷിച്ചിടണം. ഇത്രേയുള്ളൂ. അടിപൊളി. പൊന്നും തേനും വയമ്പും തരും പുണ്യമേ ജതിസ്വരയ ബന്ധനം ധന്യമേ മുഖമന സുഖ പോലും പാടും സുഖകരമൊരു നൊമ്പരം പകുതി നെറ്റ് കൊണ്ട് വാരിളം പോവേ ആരിരം പാടാ മറ്റു ടീമുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. ഞാനൊരു പാട്ട് പറയാം. ഓക്കെ അടുത്ത ആള് പാടും. അടിപൊളി. പാട്ട് പറയാൻ പറ പറ പറ. ഫാറൂഖ് പറയട്ടെ പാട്ട്. നോക്കട്ടെ ടൈം പാട്ടാവും നോക്കുക. അല്ലെങ്കിൽ നാട്ടിൽ മുഴുവൻ പാട്ടാവും. മണിയറയിൽ സുന്ദരിയായ മോളുണ്ടേ കഥ പറയാൻ കൂട്ടിനായി
കാത്തിരുന്നൊരു പെണ്ണുണ്ട്, നാണത്താൽ ചിരി തൂകും സുന്ദരിയായ മോളാണേ. കിന്നാര കഥ പറയാൻ കൂട്ടുവന്നൊരു പെണ്ണാണ്, അല്ലിമലർക്കിളി അഴകാണ്, അഴക് വിടർത്തും ചിരിയാണ്. ബാക്കി എനിക്ക് അങ്ങനെ ഫുള്ള് കിട്ടുന്നില്ല. ബാക്കി കൈ നിട്ടോ? കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ട് എന്നാ ഒരു കൈ വേറൊരു നിട്ടോ? പാട്ടും കൂടെ, സ്വന്തമായിട്ട് വേറൊരു പാട്ടും പാട്ടുണ്ടാക്കിയോ? വേറൊരു പാട്ടും കൂടെ പാടാം. ഇന്നൊന്ന് രണ്ട് റേഡിയോ വേറെ പാടിക്കോ. രണ്ടു കൂടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. അല്ല ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. ഇന്ന് നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഞാൻ കമന്റ് ഞാൻ കേട്ടിട്ട് കമന്റ് ചിരിച്ചു. വായിച്ചിട്ട് ചിരിച്ച ആ താളം സത്യമായിട്ട് കളയില്ലേ ഞാൻ പോട്ടെ കണ്ടില്ല. പോട്ടെ, ഞാൻ ആ കമന്റ് താളം വായിച്ചിട്ട് കളയില്ലേ. ചിരിച്ച. ഞാനും ഞാൻ കമന്റ് കമന്റ് വായിച്ചിട്ട് വായിച്ചിട്ട് ചിരിച്ചു. ചിരിച്ച. സോറി. എന്നാ അടുത്ത ആള് പാടട്ടാ, രണ്ടുപേരെ പാടാം. വേറെ പാടണ്ട, ഇല്ല ഇല്ല ഇല്ല, അളിയൻ പാടിയാ? ആരോ പാടുന്നുണ്ട്. ഇല്ലടാ, പാടറാ. ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട്. ലൈലാന്റെ കസറിൻ അലങ്കാരം കണ്ട്, ലൈലാന്റെ കസറിൻ അലങ്കാരം കണ്ട്. ഇതിനാലെ നിസ്കാരം ജമ്മും കസറുണ്ട്, ഇതിനാലെ നിസ്കാരം ജമ്മും കസറുണ്ട്. അവകാശിയം ഞാനല്ലാതെ ആരുണ്ട്, ഭ്രാന്തായാൽ ആഹാ. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. ഓക്കെ, താങ്ക് യു. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് നിർത്തിക്കൂടെ? ആളുകള് വൈ നോട്ട് പാടാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എവിടേക്ക് നിർത്തി പോണേ? നിർത്തി പോവല്ലേ? പാടി 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 പാടി. ഞാനൊന്ന് ജോലിക്ക് വിട്ടു വരട്ടെ. രണ്ടാന്നാ പറയണേ. സൗണ്ട് ഇല്ല. കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലങ്ങും അരുളെന്നെ പുണർന്ന് അജബാരാടി വീണ്ടും മരുതും മേരിച്ചന്തം അടരാണേ തപസ് നെരുവിന്നോളിച്ചന്തം ശരഫാം തിരുക്കിരുഫാം ഇവൾ പാതി വസന്തം പൂകി സുഗന്ധം പാതി വസന്തം പൂകി സുഗന്ധം മക്കപ്പുരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശി കല്യാണരാവ് മക്കപ്പുരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശി കല്യാണരാവ് മെഹമൂദ് നൂറ് ഹമീനൂരേ രാവ് മെഹബൂബ് നൂറ് ഹമീനൂരേ രാവ് മുഹബത്തും ബീവി താഹിറ വിളങ്ങും രാവ് മക്കപ്പുരയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശി കല്യാണരാവ്. വാവ്, സൂപ്പർ, സൂപ്പറാണ്. അടുത്ത നല്ല വോയിസ്. അതാരെ പാടിയ ആളാരാണ്? യാബിയുടെ മോള്
മോളുടെ പേരെന്താണ്? മാഷാഅല്ലാ, നന്നായി പറയുന്നുണ്ട് കേട്ടോ. അടിപൊളിട്ടാ. ഭയങ്കര ഒരു ഭാവിയുണ്ട് ഭാവിയുണ്ട് സ്വീറ്റ് മാഷാഅല്ലാ ആയിട്ടുള്ള ഭാവിയുണ്ട്. സ്വീറ്റ് വോയിസ് ആണ്, മിടിക്കാണ്, ആ അടിപൊളി. ആശാന ഗ്രൂപ്പിൽ അടക്കള ഓരോ പാട്ട് പഠിക്കട്ടാ. അതെ അതെ, നമ്മളൊക്കെ കേട്ട് എന്നിട്ടേ ആസ്വദിക്കട്ടെ. നമ്മുടെ ഇവിടെ ആസ്ഥാന ഗായകർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ പാട്ട് എന്നുള്ളത്. അതെ, കറക്റ്റ്. പാടുന്ന ആൾക്കാർക്ക് ഒരു പാടാവട്ടെ ആ കുട്ടി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിർത്തിപ്പോകാൻ തീരല്ല, നമ്മളിന്ന് തുടക്കം കുറിച്ചതാണ്. ഇത് തുടർന്ന് നമ്മൾ 16th ഫെബ്രുവരി വരെ എല്ലാ ദിവസവും ഇതേപോലെ അടിപൊളിയായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക, പരിപാടിയൊക്കെ ഉഷാറാക്കുക, കേൾക്കാൻ വരാ, ആൾക്കാർ വരാ. വിൽ ഹാവ് എ വണ്ടർഫുൾ ടൈം ടുഗദർ. നാളെ മുതൽ പാട്ട് പഠിക്കേണ്ടത്. പാട്ട് പഠിച്ചോളൂ, നമ്മളുടെ ആശാന ഗ്രൂപ്പിൽ വരൂ, പാട്ട് താരേ പഠിച്ചോളൂ. Okay then, dears, thank you. Have a beautiful night. Enjoy. Good night. Bye bye. Good night. Bye. Good night. Thank you. Tango.